അടങ്ങൾക്കൊക്കെ ഫ്രണ്ട്സിന്റെ സർക്കിൾ ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ടീം ഉണ്ടാവും. ആ ടീമിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഒരു ഫണ്ണായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ജോക്ക് പറയലൊക്കെ ഉണ്ടോ? ഒരു തമാശയൊക്കെ ആരെങ്കിലും ഒരാളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവരും ചിരിക്കുക, അത് കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുക, വീണ്ടും വീണ്ടും കളിയാക്കുക, അങ്ങനെയൊക്കെ ചെയ്യലുണ്ടോ? ശരിക്കും ഒരു തമാശയായിട്ട് എനിക്കൊക്കെ തോന്നലുണ്ടോ? അല്ലെങ്കിൽ എത്ര പേർക്ക് ഇത് മനസ്സിലാവും എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സീരിയസ്ലി നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തമാശ ആണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതൊരു തമാശ ആണ് നമ്മൾ ചെയ്യുന്നത്, എല്ലാവരും ചിരിക്കുന്നുണ്ട്, ഫണ്ണായിട്ടുണ്ട്, അത് തോന്നിയിട്ടുണ്ടോ? നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ? ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരും അറിയരുത് എന്ന് വിചാരിച്ചിട്ട് അതിൽ ആരോടെങ്കിലും ഒരാളോട് ഷെയർ ചെയ്തൊരു കാര്യം ആ ഒരു ഗ്രൂപ്പിന്റെ ഇടയിലെ ഒരു കോമഡി ടോക്കായി മാറുന്നത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? ഇറ്റ്സ് വെരി പെയിൻഫുൾ. അനുഭവിച്ച ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും. മേ ബി നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പറയണമെന്നൊന്നുമില്ല, പക്ഷെ അനുഭവിച്ച ആളുകൾക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാവും. ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് എത്തും. അത് എന്ന് പറയുന്നത് ഒരാൾ അയാളുടെ ലൈഫിൽ നടന്നൊരു പേഴ്സണൽ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മളെ വിശ്വസിച്ചിട്ടാണ് ആ കാര്യം പറയുന്നത് എന്നൊരു ബോധം ആദ്യം നമുക്കുണ്ടാവണം. പിന്നെന്ന് പറയുന്നത് ആ ഒരു പേഴ്സണൽ കാര്യം എങ്ങനെയാണോടാ ഫണ്ണാവുക? ഒരു ഗ്രൂപ്പിന്റെ സംസാരത്തിന്റെ ഇടയിൽ തമാശ വരുത്താൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മളോട് പറഞ്ഞ അയാളുടെ ലൈഫിൽ മേ ബി ഇമ്പോർട്ടൻ്റ് ആയ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് കാര്യം എടുത്തു പറയാണ് തമാശക്ക്, എന്നിട്ട് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുക, അത് വെച്ച് കളിയാക്കുക. എങ്ങനെയാണ് അതൊക്കെ ഒരു തമാശ ആവുന്നത്? എനിക്ക് മനസ്സിലാവാത്തത് ഈ പറഞ്ഞ ആളുകൾക്ക് തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. അവരത്രയും സ്പെഷ്യൽ ആയതുകൊണ്ടല്ലേ ആ ഒരു കാര്യം അവരോട് മാത്രം പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അവരെന്താ ചെയ്തത്? ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ഒരു ഇന്റൻഷനും ഉണ്ടാവില്ല. എന്താ പറയാ, ഇത് മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒന്നും ആവില്ല. പെട്ടെന്ന് ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ടാവും. പോയടാ, ട്രസ്റ്റാണ്. പിന്നെ അത് തിരിച്ചു കിട്ടല് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മളെ ലൈഫിൽ അത്രയും പേഴ്സണലായിട്ട് നടന്നൊരു കാര്യം നമ്മൾ ഒരാളെ വിശ്വസിച്ച് പറഞ്ഞ് ആ ഒരാള് 10 ആളെ ഇടയിൽ ചെന്നിട്ട് മേ ബി നമുക്ക് പരിചയമുള്ള ഒരു ഗ്യാങ് തന്നെയാവും, അതിന്റെ ഇടയിൽ ചെന്നിട്ട് ഫണ്ണ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എടുത്ത് പറയുമ്പോൾ ചങ്കട് പൊട്ടും. പിന്നെ ആ ആളോട് നമുക്കുള്ള വിശ്വാസം ഇങ്ങനെ ചീട്ടുവട്ടാരം പോലെ പൊട്ടിയിട്ടുണ്ടാവും. ഇതെല്ലാവർക്കും മനസ്സിലാവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറയുന്ന സമയത്ത് കുറെ ആളുകൾ ഇതിന് എന്താ പറയണമെന്നൊക്കെ തോന്നും. ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ, അത് പറയാൻ അങ്ങനെയാണ്. ബ്രോ, എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും അതിന്റെ പെയിൻ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം അത് അവരുടെ ആ ഒരു ബന്ധത്തിനെ എഫക്റ്റ് ചെയ്യും. ആ ഒരു ഗ്യാങ്ങിൽ പിന്നെ ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ ആൾക്ക് ഇരിക്കാൻ പോലും തോന്നൂല, ആ ഒരു ഗ്യാങ്ങിനെ കാണാൻ പോലും തോന്നാണ്ട് എത്രയോ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. സീരിയസ്ലി ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തകർന്നു പോയിട്ടുണ്ട്. ഒരാളെ പേഴ്സണൽ കാര്യം ഫണ്ണ് പോലെ ആക്കി സംസാരിച്ചിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ പേരും പറഞ്ഞ് മറ്റു പലരും തമ്മിൽ തല്ലി പിരിഞ്ഞിട്ടുണ്ട്. ഫിലിമിലൊക്കെ മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏത് ഫിലിമിലാന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാറില്ല കേട്ടോ, മേ ബി കണ്ടിട്ടുണ്ടാവും. പക്ഷെ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എടാ, നമ്മളോട് ഒരാളൊരു കാര്യം പറയുമ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിലും അല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മളായിട്ടത് മറ്റൊരു ചെവിയിൽ എത്തിക്കരുത്. ഭയങ്കര ബോറാണത്. എടാ, ഒരു വാല്യൂ കൊടുക്കണം. ഒരാളൊരു കാര്യം ഷെയർ ചെയ്യാന്ന് പറയുന്നത് വേറെ ആരോടെങ്കിലും അവർക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് അവര് പറയട്ടെ. എന്തിനാ നമ്മൾ കൊണ്ടുപോയി പറയണത്? അവരുടെ കാര്യം അവർ നമ്മളോട് പറയുന്നു. ഓക്കെ, കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക, മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ മനസ്സിലാക്കുക, അവിടെ വെക്കുക. അല്ലാണ്ട് നമ്മൾ പോയി 10 ആളോട് പറയാ, ഈ 10 ആൾക്കാർ നാളെ വേറൊരു 20 പേരോട് പറയാ. എടാ, ഈ കഥകൾ ഇങ്ങനെ കൂടി കൂടി വരും. എന്തിന്? വൈ ബ്രോ? അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ കുറേ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. അങ്ങനെ മുറിഞ്ഞു പോയ ഫ്രണ്ട്ഷിപ്പ് പാച്ചപ്പ് ആക്കാൻ നോക്കിയിട്ട് കാര്യമില്ലടാ. അതിനൊരു പണ്ടത്തെ ഒരു ബോണ്ടിങ് ഉണ്ടാവും, അത് പിന്നീട് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരിക്കലും വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട്
ബുദ്ധിമുട്ടാണ്. അതും എല്ലാ ഫ്രണ്ട്ഷിപ്പും പഴയതുപോലെ ആവില്ല. കാരണം എന്തും നമുക്ക് ചിലപ്പോൾ തിരിച്ചു പിടിക്കാം. പൈസ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കുക. ലൈക്ക് നമ്മളിൽ നിന്ന് മിസ്സായി പോയ ലൈക്ക് എന്തെങ്കിലും അസറ്റുകൾ നമുക്ക് തിരിച്ചു പിടിക്കാം. എടാ ഈ ട്രസ്റ്റ്, ടൈം, ഇതൊക്കെ എന്ന് പറയുന്നത് അങ്ങനെ ഈസിലി തിരിച്ചു പിടിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. സമയം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ലൈക്ക് ഈ ലോകത്തെ കുറച്ച് മായ്ച്ചു കളയാൻ പറ്റാത്ത കുറച്ച് റിയാലിറ്റികളുണ്ടല്ലോ. ഇപ്പോൾ ഡെത്ത് ഏറ്റവും വലിയ റിയാലിറ്റികളിൽ ഒന്നാണ് മരണം എന്ന് പറയുന്നത്. കാരണം എന്തായാലും സംഭവിക്കും, എന്നൊന്നും അറിയില്ല, പക്ഷെ ഒരു നാൾ സംഭവിക്കും. അതുപോലെ തന്നെ സമയം നഷ്ടപ്പെട്ടതാണ്, പോയി കഴിഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ ട്രസ്റ്റ്. ചില ആളുകൾക്ക് മേ ബി ഇത് തിരിച്ചു കിട്ടിയേക്കാം, ബട്ട് മോസ്റ്റ്ലി കുറെ ആളുകൾക്ക് ഇത് ഒരിക്കൽ പോയതാ. പിന്നെ നമുക്ക് ഫേക്ക് ചെയ്യാം, ഓക്കെ ലൈക്ക് കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓക്കെ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഫൈൻ, കുഴപ്പമില്ല. ഇത് നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും. എന്ന് വെച്ചാൽ എല്ലാവരും കേസിലും അങ്ങനെയല്ല കേട്ടോ. ലൈക്ക് ചില ആളുകൾ ഒരു തെറ്റ് പറ്റി ക്ഷമിച്ചു കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. 2 വട്ടം 3 വട്ടം ക്ഷമിച്ചു കൊടുത്ത് വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ലൈക്ക് അവരുടെ നല്ല ട്രസ്റ്റ് ഉണ്ടാവും, നല്ല ബോണ്ടിങ് ഉണ്ടാവും. പക്ഷെ എല്ലാവരുടെ കേസിലും അങ്ങനെയല്ല. പ്രത്യേകിച്ച് നമ്മളിപ്പം ഒരു 10 പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ ലൈക്ക് എങ്ങനെ പോയാലും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ പേഴ്സണലി കണക്ട് ആയ 1-2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അവർ മാത്രം പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ആ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. റെസ്പെക്ട് ചെയ്യും. ലൈക്ക് അതിപ്പോ തിരിച്ചറിയാൻ തുടങ്ങി കഴിയുമ്പോഴേ നമ്മൾ അതിൻ്റെ വേദന മനസ്സിലാക്കുള്ളൂ. അപ്പം പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനത്തെ ആളുകളാണ് എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ആരെങ്കിലും നിങ്ങളോട് പേഴ്സണൽ കാര്യങ്ങൾ, അവരുടെ ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റാരും ഇന്ന് വരെ അറിയാത്തൊരു കാര്യം ആയിക്കോട്ടെ, നിങ്ങളോട് ഒരാൾ ഷെയർ ചെയ്യുന്ന സമയത്ത് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളത് വേറെ ആളോട് പറയേണ്ട ആവശ്യമുണ്ടോ? അവരുടെ കാര്യങ്ങൾ അവർ നിങ്ങളോട് പറഞ്ഞു, അത് മറ്റൊരാൾ അറിയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവർ തന്നെ പറയൂലേ. എന്തിനാണ് നിങ്ങൾ പറയുന്നത്? എന്തിനാണ് നമ്മൾ പറയുന്നത്? അത്രേ ഉള്ളൂ. സോ റെസ്പെക്ട് ചെയ്യ്. ലൈക്ക് ആ ഒരു സ്പേസ് വാല്യൂ ചെയ്യുക. നിങ്ങൾ ഒന്ന് റിവേഴ്സ് ഓർഡറിൽ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ കാര്യമാണ് നിങ്ങൾ ഒരാളോട് പറയുന്നത്. ആ ആൾ ചെന്ന് വേറൊരു 10 പേരോട് പറഞ്ഞിട്ട് ആ 10 പേര് ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണം. സെയിം അല്ലേ? സോ റെസ്പെക്ട് ചെയ്യ്. അതുപോലെ തന്നെ നിങ്ങളോട് ഒരാളൊരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാം. ലൈക്ക് ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ്, ആൻഡ് അത് നിങ്ങളുടെ ഉള്ളിൽ വെക്കുക. നിങ്ങൾ കാരണം മറ്റൊരാൾ അത് അറിയാൻ പാടില്ല.